Hi friends, welcome back. 20,000 താഴെ അതായത് ഒരു 16,000, 17,000 ആ റേഞ്ചിലൊക്കെ 10-12 5G ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്ന കരിയർ അഗ്രിഗേഷൻ ഒക്കെയുള്ള നല്ല 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ഉള്ള ഒരു നല്ല ഫോൺ, ഒരു നല്ല മോട്ടോ ഫോൺ, നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ബ്ലോട്ട്വെയർസ് ഒക്കെ കുറവുള്ള ഒരു നല്ല മോട്ടോ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിലേക്ക് നോക്കാം. ബട്ട് എല്ലാം തികഞ്ഞ ഫോണല്ല, ചില പോരായ്മകളുണ്ട്. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഫോണിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നോർമലായിട്ട് നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ്. കേസ് മാറ്റി വയ്ക്കാം. ഫോൺ നല്ലൊരു ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ആ ഒരു സ്ഥിരം ശൈലി തന്നെ, ആ ഒരു ചെറിയ ഓവൽ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂൾ, ഇതൊക്കെ ഒന്ന് മാറ്റാമല്ലേ? കുറേ കാലമായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, എന്താണ് തോന്നുന്നത്? സംഗതി കയ്യിൽ പിടിക്കാനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, മോശമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഫീൽ തന്നെയാണ് തരുന്നത്. സോ നന്നായിട്ടുണ്ട് കയ്യിൽ പിടിക്കാനൊക്കെ. ബട്ട് ഡിസൈൻ റിയർ സൈഡൊക്കെ ഒന്ന് ഇത്തിരി ബെറ്റർ ആക്കാമായിരുന്നു അല്ലേ? എന്തായാലും നിങ്ങൾക്ക് ബോക്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒരു ചെറിയ ബോക്സിനകത്ത് കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 20 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്, ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. മാറ്റിവെക്കാം. ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്ഥിരം ശൈലിയിലുള്ള മോട്ടോ ഫോൺ തന്നെ. ഒരു ഓവർവ്യൂ നോക്കിയാൽ താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ജാക്ക്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ പ്ലസ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ ക്വാളിറ്റി ഞാൻ കേൾപ്പിച്ചു തരാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം സ്ലോട്ട്, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും ഈ രീതിയിൽ ഉപയോഗിക്കാം. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ 50 മെഗാ പിക്സലിന്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അടങ്ങുന്ന 6.5 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. സോ ഒരു ഓവർവ്യൂ മനസ്സിലായല്ലോ. ഓവറോൾ വലിയ അത്ഭുതകരമായ സംഭവങ്ങളൊന്നുമില്ല, നോർമലായ ഒരു ഡിസൈൻ തന്നെ. നല്ല ക്വാളിറ്റി ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ക്വാളിറ്റി കേട്ട് നോക്കാം. സോ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. അത്യാവശ്യം നല്ല ലൗഡായ ഡീസൻ്റ് ആയ ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. വല്ലാത്ത വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. 184 ഗ്രാം മാത്രമേ ഉള്ളൂ. 8.59 ആണ് തിക്നെസ് വരുന്നത്. IP52 വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ ആണ് വരുന്നത്. സോ ഓവറോൾ നന്നായിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മിഡ് നൈറ്റ് ഗ്രേ, അതേപോലെ ഫ്രോസ്റ്റഡ് ബ്ലൂ, 2 കളറിലാണ് വരുന്നത്. ഇഷ്ടമുള്ളത് നോക്കി ചൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 12 ഈ ഫോൺ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം UI ഒക്കെ പക്ക സ്മൂത്ത് ആണ്, യാതൊരു ഇഷ്യൂ ഇല്ല. ചില ബ്ലൂടൂത്ത് ഒക്കെ കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ആൻഡ്രോയിഡ് 13 ഷുവറായ അപ്ഗ്രേഡ് പറയുന്നുണ്ട്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് മോട്ടോ ഇതിന് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നല്ല കാര്യങ്ങളാണ്. പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന 5G മൊബൈൽ പ്ലാറ്റ്ഫോമാണ്. 12 5G ബാൻഡുകൾ വരുന്നുണ്ട്. സോ ഇനി അങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു 5G ഫോൺ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. സോ ഇഷ്ടംപോലെ 5G ബാൻഡുകളുണ്ട്. ആ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കരിയർ അഗ്രിഗേഷൻ അടക്കം വരുന്നുണ്ട്. സോ സെറ്റാണ്. 6GB റാം എന്ന് പറയുന്നത് LPDDR4X റാം ആണ്. സ്റ്റോറേജ് UMCP സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഈ ഭാഗത്തൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു സ്റ്റോറേജ് ഒക്കെ UFS സ്റ്റോറേജ് ഒക്കെ കൊടുക്കാമായിരുന്നു. അത് കുറച്ചുകൂടി നന്നായേനെ. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. മെമ്മറി കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 1 TB വരെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. ഒരു മെമ്മറി കാർഡ് ഇടുകയാണെങ്കിൽ ഒരു സിമ്മേ പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 സിം ഉപയോഗിക്കാം. പെർഫോമൻസിന്റെ കാര്യത്തിൽ വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിവിടെ കാണുന്ന പോലെ സ്മൂത്ത് ആണ്. അത്യാവശ്യം നമുക്ക് നല്ല ഗെയിമുകളൊക്കെ ഇതിൽ കളിക്കാൻ പറ്റും. സ്നാപ്ഡ്രാഗൺ 695 പ്രൊസസ്സർ. സോ ഇഷ്യൂസ് ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഗെയിം പ്ലേ ഒക്കെ ഈസിയാണ്, ഒരു വിഷയമില്ല. ഈ ഒരു റേഞ്ചിൽ കാണുന്ന പെർഫോമൻസ് ഉണ്ട് ഈ ഫോണിന്. സോ പെർഫോമൻസ് വൈസ് ഞാൻ ഓക്കെയാണ്. ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 6.5 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പ്രൈസിന്, ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 17,000 രൂപയാണ്. 17,999 ആണ്. ഓഫറിൽ HDFC കാർഡിന്റെ കാർഡ് ഓഫറിൽ 1,750 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. 16,249 വരും. അപ്പോൾ ഇതിന്റെ ഓഫർ കഴിച്ചിട്ടുള്ള പ്രൈസ് അങ്ങനെ നോക്കിയാലും ആ പ്രൈസിന് ഒരു AMOLED ഡിസ്പ്ലേ കൊടുക്കായിരുന്നു അല്ലേ? ഡിസ്പ്ലേ നന്നായിട്ടുണ്ട്. പിന്നെ അതിന്റെ ബെസൽസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? കാരണം ഇത്തിരി കട്ടി കൂടുതൽ പോലെയാണ് എനിക്ക് തോന്നിയത്. സോ അത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. കുറച്ചൊന്ന് ഒത്തിരി തിക്നെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാമായിരുന്നു അല്ലേ ബെസൽസിന്റെ ഒക്കെ. ബാറ്ററി 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഈ ഒരു പ്രൈസിന് ഇവരിതിലും കുറഞ്ഞ 12,000 രൂപ റേഞ്ചിൽ അങ്ങനെ ഡിസ്കൗണ്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ M32 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 17,000 രൂപയുടെ ഫോൺ വന്നപ്പോൾ 20 വാട്ടിന്റെ ചാർജിങ്. അതെന്ത് ലോജിക്കല്ലേ? അത് തിരി നല്ലത് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. നിങ്ങൾക്കെങ്ങനെ, അത് തന്നെയാണോ തോന്നിയത്? ക്യാമറയിലേക്ക് വന്നാൽ നല്ല ക്യാമറയാണ് തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജ് സാമ്പിളുകൾ. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയും 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുമാണ്.
മെയിൻ ക്യാമറ ആയാലും വൈഡ് ആംഗിൾ ക്യാമറ ആയാലും നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് തരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാം. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും സ്കിൻ ടോൺ ഒന്നും വലിയ കുഴപ്പം തോന്നുന്നില്ല. നല്ല ക്വാളിറ്റി ഈ റേഞ്ചിലെ ഒരു നല്ല ക്യാമറ എന്ന് നമുക്ക് പറയാം. സെൽഫി ക്യാമറയുടെ ഇമേജുകളും കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ വരുമ്പോഴുള്ള ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് കാണാം. വലിയ കുഴപ്പമില്ലാത്ത ഒരു നല്ല ക്യാമറയുള്ള ഫോണാണ് മോട്ടോ G62 എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. സ്റ്റെബിലൈസേഷനും വീഡിയോ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ള ഒരു ക്യാമറ തന്നെയാണ്. നന്നായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റെബിലൈസേഷൻ ലെവൽ. വിഷ്വൽ ക്വാളിറ്റിയിലും വലിയ പ്രശ്നമില്ല. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇത് മതിയോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സെൽഫി ക്യാമറയും വീഡിയോയ്ക്ക് നന്നായിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും ഡേ ലൈറ്റിലായാലും കൊള്ളാം. സോ ടോട്ടലി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. വർത്താണ്, ക്യാമറ മോശമല്ല. സോ അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഫിംഗർ പ്രിന്റ് സെൻസർ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ ഇഷ്യൂസ് ഇല്ല. ഫേസ് അൺലോക്ക് ഒക്കെ ഓക്കെയാണ്. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. FM റേഡിയോ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ടോട്ടലായിട്ടും ഈ ഫോണിൻ്റെ കാര്യങ്ങൾ ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്ക് തോന്നിയത് ഞാൻ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ 17,999 രൂപ എന്ന് പറയുന്ന പ്രൈസിന് ഇത് അത്ര ഒരു വലിയ ഫോർ മണി ആയിട്ട് തോന്നിയില്ല. ഒരു ഇത്തിരി ബെറ്റർ ആയ ഒരു ചാർജിങ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് ഓക്കെ എന്ന് പറഞ്ഞേനെ. ബട്ട് അപ്പോഴും അതില്ലാത്തത് കൊണ്ട് ആ ഒരു വിലയ്ക്ക് ഞാനത് കംപ്ലീറ്റ് ഓക്കെ പറയില്ല. ബട്ട് HDFC കാർഡിന്മേൽ 1,750 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് ഇനീഷ്യൽ ഓഫറാണ്. നിങ്ങൾ അതുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ 16,249 രൂപയ്ക്ക് ഇത് കിട്ടും. ആ വിലയ്ക്ക് കുഴപ്പമില്ല. അപ്പോഴും ഒരു ബെറ്ററായ ഫാസ്റ്റ് ചാർജിങ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 100% അടിപൊളി എന്ന് പറഞ്ഞേനെ. ബട്ട് ഇപ്പോഴും ഒരു ചെറിയ പിടുത്തമുണ്ട്. ആ ഒരു ചാർജിങ്ങിൻ്റെ മേഖലയിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവ് നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഓവറോൾ ഇതിൻ്റെ കാര്യങ്ങൾ നന്നായിട്ടുണ്ട്. 10-12 5G ബാൻഡുകളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. സോ അപ്പോൾ മോട്ടോ G62 ഫ്ലിപ്കാർട്ടിലാണ് സെയിൽ നടത്തുന്നത്. താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓവറോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ കാര്യങ്ങൾ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.